ശബരിമലയിൽ പുതിയ നവഗ്രഹ ശ്രീകോവിൽ പ്രതിഷ്ഠാ ചടങ്ങ് തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ച പ്രത്യേക പൂജകൾ നടക്കുന്നു. നമുക്ക് അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്കും തത്സമയ വിവരങ്ങളിലേക്കും പോകാം. മിഥുൻ മുരളി ചേരുന്നുണ്ട്. മിഥുൻ, പറയൂ. രോഹിണി, ശബരിമലയിൽ പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാ ചടങ്ങുകൾ ഇന്നും നാളെയുമായി നടക്കുകയാണ്. ഇന്നലെ ശുദ്ധിക്രിയയോടുകൂടി തന്നെ ഈ ചടങ്ങുകൾക്ക് തുടക്കമായിട്ടുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഈ പ്രത്യേക പൂജകൾ ആരംഭിച്ചു. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ഇപ്പോൾ പൂജകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകിട്ടും പ്രത്യേക പൂജകളുണ്ട്. നാളെ പകൽ 11-നും 12-നും മധ്യമുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ കർമ്മം നടക്കുന്നത്. കൂടുതൽ അഭികാമ്യമായ സ്ഥലത്തേക്ക് ഈ ശ്രീകോവിൽ മാറ്റി സ്ഥാപിക്കണമെന്ന ദേവപ്രശ്ന വിധിയുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാളികപ്പുറം ക്ഷേത്രത്തിന് തൊട്ട് സമീപത്തായിട്ട് പുതിയ ശ്രീകോവിൽ നിർമ്മിച്ചിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ 3 ദിവസം പ്രത്യേകം ശബരിമല നട തുറന്നിരിക്കുന്നത്. ഇന്നലെ വൈകിട്ട് നട തുറന്നതിന് ശേഷം തന്ത്രി കണ്ഠരര് രാജീവര് ഈ പുതിയ ശ്രീകോവിലിന്റെ താക്കോൽ മുഖ്യ ശില്പിയിൽ നിന്നും ഏറ്റുവാങ്ങി. മുഖ്യ ശില്പി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് താക്കോൽ കൈമാറുകയും പിന്നീട് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് തന്ത്രി കണ്ഠരര് രാജീവർക്ക് ഈ താക്കോൽ കൈമാറുകയുമായിരുന്നു. അതിനുശേഷമാണ് ശുദ്ധിക്രിയകൾ ആരംഭിച്ചത്. ശുദ്ധിക്രിയകൾക്ക് ശേഷമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളാണ്, പൂജയോടനുബന്ധിപ്പിച്ച ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PS പ്രശാന്ത് അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകളെല്ലാം ഇവിടെയുണ്ട്. ചടങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള അടിസ്ഥാനപരമായ നാളെ രാവിലെ 10 മണിക്കും 11-നും 12 മണിക്കും ഇടയ്ക്കാണ് നവഗ്രഹ പ്രതിഷ്ഠ നിർവഹിക്കുവാനുള്ള മുഹൂർത്തം. അതിൻ്റെ കാര്യങ്ങളാണിപ്പോൾ ശുദ്ധികലശവും മറ്റു കാര്യങ്ങളുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അതിൻ്റെ താഴെക്കൂടെ വയ്ക്കുന്ന ഒരു ചടങ്ങാണ് ഇനി നടക്കാൻ പോകുന്നത്. എന്തായാലും പ്രതികൂല കാലാവസ്ഥ സാഹചര്യമാണെങ്കിലും ഭക്തജനങ്ങൾ എത്തുന്നുണ്ട്. നാളെ കൃത്യമാ മുഹൂർത്തത്തിൽ തന്നെ നവഗ്രഹ പ്രതിഷ്ഠ നടക്കും. എത്രയോ കാലത്തെ ഭക്തജനങ്ങളുടെ ഒരു സ്വപ്നമാണ്, അഭിലാഷമാണ് ഇവിടെ പൂണിയാൻ പോകുന്നത്. അതിന് നമ്മൾ ശിലാസ്ഥാപനം അതിൻ്റെ ശില്പി മഹേഷ് പണിക്കറാണ് അതിൻ്റെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. വളരെ നന്നായിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. പ്രധാനപ്പെട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ ശബരിമലയിൽ ഉണ്ടെന്ന് പറയുന്ന നവഗ്രഹ പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഇനിയുള്ളത് കുളവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഒപ്പം തന്നെ നേരിട്ടുള്ള ദർശന ക്രമീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രവർത്തനങ്ങൾ നടക്കാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു, അല്ലേ? നേരിട്ടുള്ള ദർശനത്തിന്റെ ക്രമീകരണങ്ങൾ ഇപ്പോൾ നമുക്ക് നടക്കുകയാണ്. പക്ഷെ കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചിങ്ങമാസ പൂജയോടുകൂടിയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്തായാലും പക്ഷേ ഈ ഒരു സ്ഥലപരിമിതി ഉള്ളത് തന്നെ നമുക്ക് വലിയ തിരക്കിലേക്ക് വരുമ്പോൾ 100% ആ തിരക്ക് സമയത്ത് നമുക്ക് നേരിട്ട് തൊഴിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാകും. കാണിക്കവഞ്ചി അവിടെയുള്ള മാറ്റി സ്ഥാപിക്കുന്നു എന്ന് പറയുന്നത് എപ്പോഴത്തേക്ക്? അങ്ങനെ വരുമ്പോൾ നമുക്ക് വലിയ തിരക്ക് വരുമ്പോൾ ഫ്ലൈ ഓവർ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ തിരക്കില്ലാത്ത സമയത്ത് നമുക്ക് ഭഗവാനെ നേരിട്ട് 18-ാം പടി കയറി നേരിട്ട് ദർശനം. ഇതിലുള്ള കാണിക്കവഞ്ചിയുടെ ആ ഭാഗത്തുള്ള കാണിക്കവഞ്ചിയുടെ നീളവും വീതിയും കുറയ്ക്കുകയാണെന്ന് മനസ്സിലാക്കുന്നത്. അത് എപ്പോഴൊക്കെയാണ് പ്രായോഗികമാക്കുക? ചിങ്ങമാസത്തിലാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അവിടെ ആ നിലവിലുള്ള ബാരിക്കേഡ് മാറ്റി ഒരു കാണിക്കവഞ്ചി കുറച്ചുകൂടി അളവ് കുറച്ചുകൂടി ആളുകൾക്ക് കയറി വരാൻ പറ്റത്തിന് പാകത്തിനുള്ള സംഭവമാണ് നമ്മൾ ആലോചിക്കുന്നത്. അത് ചിങ്ങമാസ പൂജയോടുകൂടി ചെയ്യാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഭസ്മകുളത്തിന്റെ കാര്യത്തിൽ നാളെ അതിൻ്റെ ഒരു ഔപചാരികമായ നിർമ്മാണ പ്രവർത്തനം നാളെ ആരംഭിക്കും. അതിൻ്റെ ടെൻഡർ നടപടികളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട്. വരുന്ന മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യമൊരുക്കുന്ന വർക്കുകൾ, മരാമത്ത് പ്രവർത്തികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 15-ന് മുമ്പ് തന്നെ ഈ മരാമത്ത് പ്രവർത്തികൾ പൂർത്തിയാക്കി മുന്നോട്ട് പോകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. മാത്രമല്ല പ്രസാദത്തിന് വേണ്ടിയിട്ടുള്ള ശർക്കരയായാലും ക്യാനായാലും അതെല്ലാം തന്നെ അതിൻ്റെ ടെൻഡർ നടപടികളിലേക്ക് പ്രാപ്തി പരിശോധന കഴിഞ്ഞു. അതിൻ്റെ എഗ്രിമെന്റ് വയ്ക്കുവാനുള്ള നടപടികളിലേക്ക് അടുത്ത ആഴ്ചയോടുകൂടി നമ്മൾ പോവുകയാണ്. എന്തായാലും മണ്ഡല മകരവിളക്ക് മഹോത്സവം ഇവിടെ എത്തുന്ന ഭക്തർക്ക് സംതൃപ്തിയോടുകൂടി മലയിറങ്ങുവാനുള്ള പരമാവധി പരിശ്രമങ്ങളാണ് ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെയും ദേവസ്വം വകുപ്പ് മന്ത്രിയുടെയും എല്ലാം പൂർണ്ണമായ പിന്തുണയും നിർദ്ദേശങ്ങളും ഉണ്ട്. നന്ദി പ്രതികരിച്ചതിനായി. ഇപ്പോൾ ശബരിമലയിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പറഞ്ഞത്. എന്തായാലും ഇപ്പോൾ ഇവിടെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന ഈ പുതിയ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെ പ്രത്യേകം തയ്യാറാക്കിയിരിക്കുന്ന മണ്ഡപത്തിൽ തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ
പ്രത്യേക പൂജകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ശബരിമലയിൽ പുതിയ നവഗ്രഹ ശ്രീകോവിലിന്റെ പ്രതിഷ്ഠാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. തന്ത്രി കണ്ഠരര് രാജീവരരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠയോടനുബന്ധിച്ചുള്ള പ്രത്യേക പൂജകൾ നടക്കുന്നു. നമ്മൾ അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തത്സമയത്തിലേക്ക്